കാസർഗോഡ് പാണലത്ത് ഭർത്തൃവീട്ടുകാരുടെ മുന്നിൽ യുവതി ആസിഡ് കഴിച്ച് ജീവനൊടുക്കി. ചർക്കലടുക്ക സ്വദേശി ഫാത്തിമത്ത് സുഹൈദ ആണ് മരിച്ചത്. ഭർത്തൃവീട്ടുകാരുടെ പീഡനത്തെ തുടർന്നാണ് ജീവനൊടുക്കിയതെന്ന് ആരോപിച്ച് യുവതിയുടെ കുടുംബം രംഗത്തു വന്നു. സുഹൈദയുടെ സ്വർണം ആവശ്യപ്പെട്ട് നിരന്തരം പീഡിപ്പിച്ചതായി കുടുംബം ആരോപിക്കുന്നു. ഭർത്താവ് ആദിൽ പോലീസ് കസ്റ്റഡിയിലാണ്. നാളെയാണ് ഇവരുടെ ആദ്യ വിവാഹ വാർഷികം. വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പാണലത്താണ് 24 വയസ്സുകാരി ഫാത്തിമത്ത് സുഹൈദ ആസിഡ് കഴിച്ച് ജീവനൊടുക്കിയത്. ഭർത്തൃ വീട്ടുകാരുടെ നിരന്തര പീഡനത്തെ തുടർന്നാണ് ഇവർ ജീവനൊടുക്കിയതെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ ആരോപിക്കുന്നത്. സ്വർണം ആവശ്യപ്പെട്ട് ഇവരെ നിരന്തരം പീഡിപ്പിക്കാറുണ്ടെന്ന് പറയുന്നു. ഇത് സ്വന്തം വീട്ടുകാരെ അറിയിച്ചിരുന്നു. അങ്ങനെ വീട്ടുകാർ ഇവരെ ഇവിടെ നിന്നും കൂട്ടിക്കൊണ്ടുവരാൻ വന്ന സമയത്താണ് ഇത്തരത്തിൽ ഇവർ ആസിഡ് കഴിച്ച് ജീവനൊടുക്കുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും ഈ സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. കൂടാതെ ഇവരുടെ ഭർത്താവ് ആദിലിനെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് പോലീസ് അന്വേഷണം കൂടുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള ഇത്തരത്തിൽ ഇവർ ആരോപിക്കുന്ന തരത്തിലുള്ള പീഡനം ഇവർക്ക് ഭർത്തൃ വീട്ടിൽ നിന്ന് നേരിടേണ്ടി വന്നു, അത് ആരിൽ നിന്നൊക്കെ ഇവർക്ക് ഇത്തരത്തിൽ പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട്, അത്തരം കാര്യങ്ങളിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ വലിയ തോതിലുള്ള ആക്ഷേപവുമായി ഇപ്പോൾ ബന്ധുക്കൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അതായത് ഇവരെ ഈ സ്വർണം ആവശ്യപ്പെട്ട് നിരന്തരമായി പീഡിപ്പിക്കാറുണ്ടെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ ആരോപിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ജസീല എന്ന് പറയുന്ന ഈ യുവതി ഭർത്തൃ വീട്ടുകാരുടെ നിരന്തര പീഡന കാരണം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ ഇവർ എലിവേഷം കഴിച്ചാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തത്. ഇവർ മോഷണ കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് മനം നൊന്ത് വീഡിയോ ചിത്രീകരിച്ചാണ് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും അതിന് തൊട്ടു പിന്നാലെയാണ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ മറ്റൊരു യുവതി കൂടി, 24 വയസ്സുള്ള ഒരു യുവതി കൂടി ഇങ്ങനെ ജീവനൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഇവർക്ക് 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട്. ഏതായാലും ഈ സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കൂടുതൽ ആളിലേക്ക് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഈ ഭർത്തൃ വീട്ടുകാരെ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഈ ആദിൽ എന്ന് പറയുന്ന ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ഉൾപ്പെടെ ചുമത്താനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പോലീസ് ഉള്ളത്. ബന്ധുക്കൾ ഈ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ കൂടുതൽ പേരിലേക്ക് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ഫാത്തിമത്ത് സുഹൈദയുടെ മൃതദേഹം ഇപ്പോൾ മിംസ് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതൊക്കെ തരത്തിൽ ഇവർക്ക് ഇത്തരത്തിൽ ഭർത്തൃ വീട്ടിൽ നിന്നും പീഡനം അനുഭവിക്കേണ്ടി വന്നു, അത് ആരിൽ നിന്നൊക്കെ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും കൂടുതൽ സ്വർണം ആവശ്യപ്പെട്ടാണ് യുവതിയെ ഇത്തരത്തിൽ ഭർത്തൃ വീട്ടുകാർ നിരന്തരം പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായെന്ന് വീട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. അത് വീട്ടുകാരോട് ഇവർ ഇത്തരം കാര്യങ്ങൾ ഇവർ പങ്കുവച്ചിട്ടുണ്ടെന്നുമാണ് ഈ വീട്ടുകാർ തന്നെ പറയുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. കൂടുതൽ ആളിലേക്ക് ഈ അന്വേഷണം നീളുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. KB ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.